ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് 2025 ജൂൺ മാസം 23 തിങ്കളാഴ്ച. തിങ്കളാഴ്ചയും പ്രദോഷവും കൂടി ചേർന്ന് വരുന്നു എന്നുള്ളതാണ് ഈ പ്രദോഷത്തിൻ്റെ പ്രത്യേകത. തിങ്കളാഴ്ച വരുന്ന പ്രദോഷത്തിന് സോമപ്രദോഷം എന്നാണ് പറയുന്നത്. മഹാദേവ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വ്രതമാണ് പ്രദോഷം. നമ്മൾ സാധാരണയായി പരമേശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് തിങ്കളാഴ്ച വ്രതം എടുക്കാറുണ്ട്. തിങ്കളാഴ്ച മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇത്തവണ ആ തിങ്കളാഴ്ചയും പ്രദോഷവും കൂടി ചേർന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷത്തിന് വലിയ ഫലസിദ്ധി ഉണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്തിനാണ് പ്രദോഷ വ്രതം എടുക്കുന്നത്? സർവദോഷങ്ങളും അകറ്റി സ്വസ്ഥമായും സമാധാനമായും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് മഹാദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവേശ്വരനെ നമ്മൾ പ്രദോഷ വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത്. സാധാരണയായി എങ്ങനെയാണ് വ്രതം എടുക്കുന്നത്? എല്ലാ വ്രതങ്ങളുടെയും പോലെ തന്നെ തലേ ദിവസം നമ്മൾ ശുദ്ധാഹാരത്തിലിരിക്കുക, ഒരിക്കലൂണ് ചെയ്യുക. അതിനുശേഷം പ്രദോഷ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് ദീപാരാധന വരെ നമ്മൾ ഉപവസിക്കും. ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്പലത്തിൽ കൊടുത്ത് നേദിച്ചു കിട്ടുന്ന കരിക്ക്, ആ കരിക്കിൻ്റെ വെള്ളം നമ്മൾ കുടിക്കും. പഴങ്ങൾ കൊടുത്ത് നേദിക്കാൻ സാധിക്കുമെങ്കിൽ പഴങ്ങളും നമുക്ക് കൊടുത്ത് നേദിക്കാം, അതും കഴിക്കാം. അങ്ങനെ നമ്മുടെ വ്രതം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം അവസാനിക്കും. അതിനുശേഷം ചോറുണ്ണും. ചോറ്, മോര് അല്ലെങ്കിൽ ചമ്മന്തി ഇതൊക്കെ കൂട്ടി നമ്മൾ ചോറുണ്ണാം. ഉള്ളിയും വെളുത്തുള്ളിയും ചേർന്ന കൂട്ടാനൊന്നും കൂട്ടരുത്. അല്ലാതെ നമുക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥം സേവിച്ച് അല്ലെങ്കിൽ കരിക്ക് അത് കൊടുത്ത് അവിടെ നിന്നും നേദിച്ച് കിട്ടുന്ന ആ കരിക്കിൻ്റെ വെള്ളം കുടിച്ച് എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് ചോറുണ്ണാം. ആരോഗ്യമുള്ള ഒരാൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ പ്രായമായ ആളുകൾ, ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആളുകൾ, ഗർഭിണികൾ, കുട്ടികൾ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ടവർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. മരുന്ന് കഴിക്കേണ്ടവർ, അങ്ങനെയുള്ളവർ ധാന്യഭക്ഷണങ്ങൾ ഒഴിവാക്കി ഇരിക്കുക. പാലും പഴങ്ങളും കഴിച്ച് ഇരിക്കാം. മരുന്ന് കഴിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. മറ്റ് അസുഖങ്ങളുള്ള ആളുകളും അസൗകര്യങ്ങളുള്ള ആളുകളും അവർ പൂർണ്ണമായി ധാന്യഭക്ഷണം പകൽ സമയത്ത് ഒഴിവാക്കുക. അങ്ങനെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പരമാവധി സമയം നമഃശിവായ മന്ത്രം ജപിക്കുക. പ്രദോഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സർവദോഷങ്ങളും തീർക്കുന്നത് എന്നാണ് അർത്ഥം. എന്താണ് ഇതിൻ്റെ ഐതിഹ്യം? പാലാഴി മഥന സമയത്ത് മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും അമൃത് കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വാസുകി കാളകൂടവിഷം ഛർദ്ദിക്കാനായി പോവുകയും ആ കാളകൂടവിഷം താഴേക്ക് പതിച്ചാൽ 14 ലോകങ്ങളും നശിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ സർവേശ്വരനായ മഹാദേവൻ തൻ്റെ തൃക്കൈകളാൽ ആ വിഷം ഏറ്റുവാങ്ങുകയും ആ വിഷം തൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ആ വിഷം ഭഗവാന്റെ തിരുകണ്ഠത്തിൽ ഉറച്ചു പോയതുകൊണ്ടാണ്
ഭഗവാന് നീലകണ്ഠൻ എന്ന നാമം സിദ്ധിച്ചത് എന്നൊരു ഐതിഹ്യം പറയുന്നുണ്ട്. ഭഗവാൻ വിഷമാണ് ഭക്ഷിച്ചത്. സ്വാഭാവികമായും സർവേശ്വരന് ക്ഷീണം ഉണ്ടാകും. സർവേശ്വരൻ മഹാദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങി. ആ സമയത്ത് സകല ദേവവൃന്ദങ്ങളും മഹർഷിമാരും എല്ലാവരും തന്നെ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നു എന്നാണ് പറയുന്നത്. മഹാദേവൻ മയങ്ങുകയാണ് മഹാദേവിയുടെ മടിയിൽ തലവെച്ച്. അതിനുശേഷം മഹാദേവൻ ഉണർന്ന് എഴുന്നേൽക്കുന്നു ഒരു ത്രയോദശി സന്ധ്യാവേളയിൽ. ഭഗവാൻ ഉണർന്നെഴുന്നേറ്റ ആ ത്രയോദശി സന്ധ്യാവേളയ്ക്കാണ് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. ഉണർന്നെഴുന്നേറ്റു എല്ലാവരെയും, പ്രത്യേകിച്ച് പാർവതീദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മഹാദേവൻ ആനന്ദ നടനം ആടി എന്നാണ് പറയുന്നത്. സരസ്വതീദേവി വീണമീട്ടി, യക്ഷഗന്ധർവന്മാർ പാട്ടുപാടി, ദേവസ്ത്രീകൾ നൃത്തം ചെയ്തു. മഹാദേവൻ ആനന്ദ നടനം ആടി. അതുകൊണ്ട് തന്നെ ആ പ്രദോഷ സന്ധ്യാകാലത്തിൽ സർവേശ്വരനെ പ്രാർത്ഥിക്കേണ്ടുന്നത് മഹാദേവൻ്റെ നടരാജരൂപം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം. ആര് എവിടെയിരുന്ന് പ്രദോഷ സന്ധ്യാകാലത്തിൽ നമഃശിവായ മന്ത്രം ജപിക്കുന്നുവോ അവിടെ സർവ്വദേവീദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകും എന്നും, ആരാണോ നമഃശിവായ മന്ത്രം ജപിക്കുന്നത് അവർക്ക് സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം സിദ്ധിക്കും എന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രദോഷ സന്ധ്യാകാലത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ വിശേഷമാണ് ഉള്ളത്. നിങ്ങൾക്ക് വ്രതം എടുത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും പ്രദോഷ ദിവസം സന്ധ്യാസമയത്ത് നമഃശിവായ മന്ത്രം ജപിച്ചുകൊള്ളുക. അത് വലിയ ഫലസിദ്ധിയായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കാരണം പ്രദോഷ സന്ധ്യാകാലത്തിലുള്ള സർവേശ്വര പ്രാർത്ഥന, മഹാദേവൻ്റെ പ്രാർത്ഥന, അത് സകല ദേവീദേവന്മാരെയും സന്തോഷിപ്പിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതാണ് പ്രദോഷ വ്രതത്തിൻ്റെ പ്രത്യേകതയും ഐതിഹ്യവും. മഹാദേവനെ പ്രാർത്ഥിക്കുക. പ്രദോഷവ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന എല്ലാവരും അനുഷ്ഠിക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ സന്ധ്യാസമയത്ത് ഭഗവാന്റെ നടരാജരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.